ഹായ് ഓൾ, ഏവർക്കും ലിറ്ററേച്ചർ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രധാനമായും ഈ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത സിലബസ് അനാലിസിസ്, അതായത് സെറ്റ് ഇംഗ്ലീഷ് പേപ്പർ 2 കേരള സെറ്റ് ഇംഗ്ലീഷ് പേപ്പർ 2 സിലബസ് അനാലിസിസ് പാർട്ട് 1 വീഡിയോ നമ്മൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്ന രീതിയിൽ ഒരു ലാസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ടോടുകൂടി ഈ ഒരു വീഡിയോയും കൂടി ഡീൽ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുപ്രകാരം നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ യൂണിറ്റ് 2 വരെയുള്ള ഭാഗങ്ങളാണ് പ്രധാനമായും അതിൽ നമ്മൾ വിശകലനം ചെയ്തത്. പ്രധാനമായും നമ്മൾ പറഞ്ഞതാണ് സിലബസ് അനാലിസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനപ്പെട്ട ഏരിയാസ്, ഏതൊക്കെ ഭാഗങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കണം എന്ന രീതിയിലാണ്. ഓരോ ലൈൻ ബൈ ലൈൻ എന്ന രീതിയിലല്ല, കൃത്യമായ രീതിയിൽ. അതായത് നമുക്ക് ഏതൊരു കുട്ടിയും ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെറ്റ് ആസ്പിരൻ്റ് പോലും നിർബന്ധമായി അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അങ്ങനെ തീർച്ചയായും പഠിക്കേണ്ട ചില സെഷൻസ് ഏതൊക്കെയാണെന്ന് ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരികയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ പാർട്ട് 1 നമ്മൾ ചെയ്തിട്ടുണ്ട്. പാർട്ട് 1 വീഡിയോ കാണാത്തവരാണ് എങ്കിൽ അതിനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണെന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം കളയാതെ തന്നെ നമ്മുടെ യൂണിറ്റ് 3 മുതലുള്ള ഭാഗങ്ങൾ നമുക്ക് വിശകലനം ചെയ്ത് നോക്കാം. അപ്പോൾ യൂണിറ്റ് 2 എന്ന് പറയുമ്പോൾ നമ്മൾ വിക്ടോറിയൻ ലിറ്ററേച്ചർ ആ ഒരു ലാസ്റ്റ് ഭാഗം വരെയാണ് യൂണിറ്റ് 2 ഡീൽ ചെയ്യുന്നത്. എങ്കിൽ യൂണിറ്റ് 3 എന്ന് പറയുമ്പോൾ പ്രധാനമായും 20th സെഞ്ച്വറി ആൻഡ് കണ്ടംപററി ബ്രിട്ടീഷ് ലിറ്ററേച്ചറാണ്. നമുക്കറിയാം 1, 2, 3 ഈ 3 യൂണിറ്റുകളും പ്രധാനമായും ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൻ്റെ സ്ലൈസിങ് ആണ്. അതായത് എൻ്റെ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ നമ്മൾ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്, 3 യൂണിറ്റുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ചോസർ ഏജ് ടു റൊമാൻറ്റിക് ലിറ്ററേച്ചർ, രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ റൊമാൻറ്റിക് ലിറ്ററേച്ചർ ടു വിക്ടോറിയൻ ലിറ്ററേച്ചർ, മൂന്നാമത്തതാണ് വിക്ടോറിയൻ ലിറ്ററേച്ചർ. നമ്മൾ സെക്കൻഡ് യൂണിറ്റോട് കൂടി തീർന്നു. പിന്നെ മൂന്നാമത് വരുന്നതാണ് പ്രധാനമായും 20th സെഞ്ച്വറി, അതായത് മോഡേൺ ലിറ്ററേച്ചർ ടു പോസ്റ്റ് മോഡേൺ, ഇല്ലേ കുറച്ചും കൂടി കണ്ടംപററി ആയിട്ടുള്ള ലിറ്ററേച്ചർ. ഈ സെക്ഷൻസ് ആണ് പ്രധാനമായും ബ്രിട്ടീഷ് ലിറ്ററേച്ചറിന് തന്നെ നമ്മൾ 3 യൂണിറ്റുകളായി പഠിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ യൂണിറ്റ് 3യിൽ പ്രധാനമായും നോക്കേണ്ടത് ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് തന്നെ നമ്മൾ ആ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ്. അതായത് ഒരു വേൾഡ് വാർ ഫസ്റ്റ് നടക്കുന്നുണ്ട്, അത് കഴിഞ്ഞ് കുറച്ച് കാലങ്ങൾക്ക് ശേഷം വേൾഡ് വാർ സെക്കൻഡ് നടക്കുന്നു. അപ്പോൾ ആ ഒരു വാറുമായി ബന്ധപ്പെട്ടുള്ള സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിനെ ഡീൽ ചെയ്യുന്ന ഒരു ഇൻട്രൊഡക്ടറി സെഷനാണ് മൊഡ്യൂൾ 1 എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട മൊഡ്യൂൾ 2ലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് വാർ പോയറ്റ്സ്. അതിൽ തന്നെ വരുന്ന റോബർട്ട് ബ്രൂക്ക്, വിൽഫ്രഡ് ഓവൻ, സീക്ഫ്രിഡ് സസൂൺ, ഈ 3 പേരും വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന എഴുത്തുകാർ തന്നെയാണ്. കാരണം അവരുടെ വർക്ക്സും ചിലപ്പോൾ ആ വർക്ക്സിൽ തന്നെ വരികളും ഒക്കെ ചോദിച്ച് ഏതൊക്കെ ഈ വരികൾ ആരുടെ രചനയാണെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഇതിനു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം നോക്കുക. മൊഡ്യൂൾ 3 അതിലേറെ പ്രാധാന്യപ്പെട്ടതാണ് പിങ്ക് പോയറ്റ്സ്. ഈ ഒരു ഭാഗത്ത് നിന്ന് സാധാരണ ചോദിക്കുന്നത് പിങ്ക് പോയറ്റ്സ് അല്ലെങ്കിൽ ഓർഡൻ ഗ്രൂപ്പ് എന്ന രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യുക. കുറച്ചധികം ലിസ്റ്റ് ഓഫ് എഴുത്തുകാരെ തന്നിട്ട് ഇതിൽ ഈ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നവരാരൊക്കെയാണ് ചിലപ്പോൾ ചോദിക്കുക, അല്ലെങ്കിൽ ഉൾപ്പെടാത്ത ഓഡ് വൺ ഔട്ട് എന്ന രീതിയിലും ചോദിക്കാം. അതിൽ തന്നെ വരുന്ന നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ആരൊക്കെയാണ് എന്ന കാര്യം മനസ്സിലാക്കുക, ഒരു എഴുതി പഠിക്കുക. രണ്ടാമത്തെ കാര്യം, ആ പ്രധാനപ്പെട്ട അതിൽ ഉൾപ്പെടുന്ന എഴുത്തുകാർ എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട വർക്ക്സ് ഏതൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് അതിൻ്റെ പേരെങ്കിലും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും എന്ന കാര്യം സൂചിപ്പിക്കുന്നു. മൊഡ്യൂൾ 4 എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായും ഡിലാൻ തോമസും W.B. ഈറ്റ്സും ആണ്. കുറച്ച് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എഴുത്തുകാരാണ്. കൂടാതെ മോഡേണിസ്റ്റ് പോയട്രിയിലേക്ക് വരുമ്പോൾ T.S. എലിയറ്റ്, എസ്രാ പൗണ്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്രാ പൗണ്ടിൻ്റെ ഇമേജിസ്റ്റ് മൂവ്മെൻറ്റും അതിൽ തന്നെ ഫൗണ്ടർ ആരാണ്, T. ഹ്യൂം പോലുള്ള എഴുത്തുകാരുണ്ട്. പിന്നെ T.S. എലിയറ്റിലേക്ക് വരുമ്പോൾ പോയട്രിയുടെ തന്നെ മോഡേണിസ്റ്റ് പോയട്രി, കഴിഞ്ഞ പ്രാവശ്യം ചോദ്യം ഉണ്ടായിരുന്നു, മോഡേണിസ്റ്റ് പോയട്രിയുടെ തുടക്കം എന്ന് കരുതപ്പെടുന്ന വർക്ക് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ഈ ഒരു സെഷൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ T.S. എലിയറ്റിൻ്റെ വേസ്റ്റ് ലാൻഡ് പോലുള്ള വർക്കുകൾ അറ്റ്ലീസ്റ്റ് അതുമായി ബന്ധപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസും അതിൻ്റെ ഒരു സമ്മറി, പ്ലോട്ട് ലെവലും അതിലെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സാണ്, അതിൻ്റെ പ്രധാനപ്പെട്ട 5 സെക്ഷൻസിൻ്റെ പേരെന്താണ്, അതിൻ്റെ കറക്റ്റ് ഒരു സീക്വൻഷ്യലായിട്ടുള്ള ഓർഡറിൽ അത് പഠിക്കുക. പിന്നീട് വരുമ്പോൾ ഡ്രാമ, വേഴ്സ് ഡ്രാമ, അതിലും പ്രധാനപ്പെട്ട ഒരു പേര് തന്നെയാണ് T.S. എലിയറ്റ്. അദ്ദേഹം എഴുതിയിരുന്ന വേഴ്സ് ഡ്രാമ എത്രത്തോളം ഉണ്ട് അത് അതിൻ്റെ ക്രൊണോളജിക്കൽ ഓർഡറിൽ തന്നെ നോക്കുക.
അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സെഷനാണ്. പിന്നെ ഫിലിപ്പ് ലാർക്കിൻ, ടോം ഗൺ, മൂവ്മെൻറ്റ് പോയട്രി നമ്മൾ നേരത്തെ കണ്ടതാണ്. ഓഡൻ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പോയറ്റ്സ് ആണ്, ഇല്ലെങ്കിൽ എഴുത്തുകാരാണ്. അപ്പോൾ അതിൽ ഉൾപ്പെടുന്ന ആരാണെന്നും ചോദിക്കും, ചിലപ്പോൾ ഉൾപ്പെടാത്ത ഓഡ് വൺ ഔട്ടും ചോദിക്കും. അതേപോലെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സെക്ഷൻ തന്നെയാണ് മൂവ്മെൻറ്റ് പോയട്രി എന്ന് പറയുമ്പോൾ. അതിൽ ഉൾപ്പെടുന്ന മൂവ്മെൻറ്റ് പോയറ്റ്സ് ആരൊക്കെയാണെന്ന് ചോദിക്കാം, അവരുടെ പ്രധാനപ്പെട്ട വർക്ക്സ് ഏതൊക്കെയാണെന്ന് അറിയുക. ടെഡ് ഹ്യൂഗ്സ്, സീമസ് ഹീനി, ഇവരെ ഇങ്ങനെയുള്ള കുറച്ച് സെഷൻസൊക്കെ പ്രധാനപ്പെട്ട എഴുത്തുകാർ തന്നെയാണ് ഇവിടെ സിലബസിൽ ഫോക്കസ് ചെയ്ത് തന്നിരിക്കുന്നത്. അതിനർത്ഥം നിങ്ങൾ ആ ഒരു എഴുത്തുകാരുടെ പ്രധാനപ്പെട്ട വർക്ക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അവരുമായി ബന്ധപ്പെട്ടുള്ള ചില എന്തെങ്കിലും വിശേഷണങ്ങൾ ഉണ്ടെങ്കിൽ അവരെ ചില വർക്ക്സ് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് കാര്യം മനസ്സിലാക്കുക. അതിൽ തന്നെ അവർ ഏറ്റവും എഴുതിയിട്ടുള്ള പ്രാധാന്യം അറിയിക്കുന്ന വർക്കുകളിൽ തന്നെ വരുന്ന ചില അതിൻ്റെ പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക. അതിൻ്റെ കഥകൾ, അതിൻ്റെ പ്ലോട്ട് വൈസ് നോക്കുക. ഇനി നമ്മൾ വരുമ്പോൾ പ്രധാനപ്പെട്ട 20th സെഞ്ചുറി നോവലാണ്. അതിൽ പ്രധാനപ്പെട്ട ജോസഫ് കോൺറാഡ്, വിർജീനിയ വുൾഫ്, വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന DH ലോറൻസ്, ജെയിംസ് ജോയ്സ് തുടങ്ങിയവരൊക്കെ വളരെ പ്രാധാന്യമുള്ളവരാണ്. പിന്നെ വില്യം ഗോൾഡിംഗ് പോസ്റ്റ് വാർ ഫിക്ഷനിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ്. പിന്നെ ബെർണാഡ് ഷോ, നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ തന്നെ നമ്മളതിനെ ബെർണാഡ് ഷോയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കണ്ടതാണ്. എങ്കിൽ പോലും നമ്മൾ ആ ഡ്രാമ സെക്ഷനിൽ വരുമ്പോൾ ഇബ്സൺ ആൻഡ് ഹിസ് ഇൻഫ്ലുവൻസ്, ബെർണാഡ് ഷോ എപ്രകാരമാണ് ഷോയുടെ ഇൻഫ്ലുവൻസ് ഒക്കെ പിന്നീട് വരുന്ന കാലഘട്ടങ്ങളിൽ സ്വാധീനം ചെലുത്തിയെന്നൊക്കെ പഠിക്കുമ്പോൾ കൃത്യമായി നമ്മൾ ബെർണാഡ് ഷോയെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് തുടർന്ന് വരുന്ന ഓരോ എഴുത്തുകാരും പ്ലേറൈറ്റ്സിനെ കുറിച്ചും ഒരു കൃത്യമായ ഒരു അവബോധം നമുക്ക് തന്നെ മനസ്സിലാക്കാനും സാധിക്കും. പിന്നെ വരുന്ന ആബി തിയേറ്റർ, കെൽറ്റിക് റിവൈവൽ, ഈറ്റ്സ്, WB ഈറ്റ്സിൻ്റെ പോയട്രിയാണ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടത് ഈ ഒരു യൂണിറ്റിൻ്റെ ഭാഗത്ത്. ഇവിടെ വരുമ്പോൾ ഡ്രമാറ്റിക് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഒരു ഗ്രൂപ്പ് തന്നെ തന്നിട്ടുണ്ട്, കിച്ചൻ സിംഗ് ഡ്രാമ. അതിൽ ഉൾപ്പെടുന്ന ആരൊക്കെയാണ്? ജോൺ ഓസ്ബോൺ, അർണോൾ വെസ്കർ, ആംഗ്രി യങ് മാൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ വേറൊരു ഗ്രൂപ്പിനെ കുറിച്ച് ഇവിടെ സൂചന നൽകിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ച് പഠിക്കുക. ആ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന ആരൊക്കെയാണെന്നും അവരുടെ പ്രധാനപ്പെട്ട വർക്ക്സ് ഏതൊക്കെയാണെന്ന് നോക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട സെക്ഷൻ എന്ന് പറയുന്നത് തിയേറ്റർ ഓഫ് ദി അബ്സേർഡ് ആണ്. സാമുവൽ ബെക്കറ്റ്, അദ്ദേഹത്തിൻ്റെ തന്നെ വെയിറ്റിംഗ് ഫോർ ഗോദോ പോലുള്ള വർക്കുകളൊക്കെ അറ്റ്ലീസ്റ്റ് നിങ്ങളതിൻ്റെ എല്ലാ ഭാഗങ്ങളും അറിഞ്ഞു തന്നെ പരീക്ഷയ്ക്ക് പോവുക. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സെക്ഷനിൽ നിന്നും വരുന്ന ഏത് ചോദ്യത്തിനും കൃത്യമായ ഉത്തരം നൽകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് 3യുമായി ബന്ധപ്പെട്ട് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇത് പറയുമ്പോൾ തന്നെ ഏകദേശം അത്യാവശ്യം നമ്മളെല്ലാ പ്രധാനപ്പെട്ട എഴുത്തുകാരും അവരുടെ പ്രധാനപ്പെട്ട വർക്ക്സും അവരുടെ ചില മൂവ്മെൻറ്റ്സിൽ ഉൾപ്പെടുന്ന ആരൊക്കെയാണ് എന്ന രീതിയിലൊക്കെ ഈ ഒരു ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു കൃത്യമായ ധാരണ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ പ്രധാനമായും നമ്മൾ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ഇതോടുകൂടി അവസാനിക്കുകയാണ്. 3 യൂണിറ്റുകളിലായിട്ട് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ തന്നെയാണ്, ഫ്രം ദി ഏജ് ഓഫ് ചോസർ ടു പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചർ ഓഫ് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ, ബ്രിട്ടീഷ് പീരീഡ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ യൂണിറ്റ് 3യോടുകൂടി അവസാനിച്ചു. ഇനി വരുന്ന ഭാഗങ്ങൾ പ്രധാനപ്പെട്ട സെക്ഷൻ എന്ന് പറയുമ്പോൾ മറ്റ് വേൾഡിൽ തന്നെ വരുന്ന മറ്റ് രാജ്യങ്ങളിലെ ലിറ്ററേച്ചർ കുറച്ചും കൂടി നിങ്ങളിലേക്ക്, അതായത് സെറ്റ് ആസ്പിറൻസിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രധാനമായിട്ടും അമേരിക്കൻ ലിറ്ററേച്ചർ വരുന്നുണ്ട്, ഇന്ത്യൻ ലിറ്ററേച്ചർ വരുന്നുണ്ട്, കനേഡിയൻ ലിറ്ററേച്ചർ വരുന്നുണ്ട്, ആഫ്രിക്കൻ ലിറ്ററേച്ചർ വരുന്നുണ്ട്, ഓസ്ട്രേലിയൻ ലിറ്ററേച്ചർ പോലുള്ള ലിറ്ററേച്ചറുകൾ അതിൽ തന്നെ വരുന്ന പ്രധാനപ്പെട്ട എഴുത്തുകാർ അവരുടെ പ്രധാനപ്പെട്ട വർക്ക്സുകളെ കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് പ്രകാരം അമേരിക്കൻ ലിറ്ററേച്ചറാണ് ആദ്യത്തെ സെക്ഷനിൽ തന്നെ. അതിൽ പ്യൂരിറ്റാനിസം ഇൻ അമേരിക്ക മുതൽ അതിൽ തന്നെ വരുന്ന സെക്കൻഡ് മൊഡ്യൂൾ നോക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. വാൾട്ട് വിറ്റ്മാൻ, എമിലി ഡിക്കിൻസൺ, എഡ്ഗർ അലൻ പോ, എസ്രാ പോൺ നമ്മൾ നേരത്തെ കണ്ടതാണ്. എങ്കിലും എസ്രാ പോണിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. റോബർട്ട് ഫ്രോസ്റ്റ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഇതിൻ്റെ നോവൽ സെക്ഷനിലേക്ക് വരികയാണ്. മാർക്ക് ട്വെയിൻ, ഹെർമൻ മെൽവിൽ, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്ക്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ തീർച്ചയായും നോക്കിയേ പറ്റൂ. ഹാരിറ്റ് ബീച്ചർ, വില്യം ഫോക്നർ, ഹെമിംഗ് വേ, ഇത്രയും കാര്യങ്ങൾ കൃത്യമായി തന്നെ നോക്കുക. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ മൊഡ്യൂൾ 6 എന്ന് പറയുമ്പോൾ ഹാർലൻ റിനൈസൻസ് ഒക്കെയാണ്. ടോണി മൊറിസൺ, യുജീൻ ഒനീലിൻ്റെ വർക്ക്സും പ്രധാനപ്പെട്ട ഡ്രമാറ്റിക്കൽ വർക്ക്സ് ഏതൊക്കെയാണെന്ന് നോക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം അമേരിക്കൻ ലിറ്ററേച്ചറിൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട സെക്ഷൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നീട് വരുന്ന ഇന്ത്യൻ ലിറ്ററേച്ചറാണ്. അതിൽ തന്നെ ഇന്ത്യൻ പോയട്രി മുതലാണ് തൊറൂദത്ത്, ശ്രീ ഒറബിൻഡോ, ടാഗോർ, സരോജിനി നായിഡു വളരെ പ്രാധാന്യം അറിയിക്കുന്നവർ തന്നെയാണ്. പിന്നീട് വരുമ്പോൾ നിസീം എസക്കിയൽ, കുറച്ചും കൂടി അതിൻ്റെ ഒരു മോഡേണിസ്റ്റ് പീരീഡിലേക്ക് വരുമ്പോൾ നിസീം എസക്കിയലിൻ്റെ വർക്കുകളെ കൃത്യമായ രീതിയിൽ അദ്ദേഹം എഴുതിയ വർക്ക് ഏതൊക്കെയാണെന്നൊക്കെ, ബേർഡ് വാച്ചർ, അങ്ങനെയുള്ള പല വർക്കുകളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള വർക്കുകൾ തന്നെ കൃത്യമായി പഠിക്കുക, അതിൻ്റെ ക്രൊണോളജിക്കൽ ഓർഡറിൽ തന്നെ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുക. AK രാമാനുജൻ, കമലദാസ് വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ്. പിന്നീട് വരുമ്പോൾ മൊഡ്യൂൾ 9ലേക്ക് വരുമ്പോൾ നോവലിലേക്ക് കടന്നിരിക്കാം. RK നാരായൺ, രാജാറാവ്, മുൾക്രാജ് ആനന്ദ്, ഖുഷ്വന്ത് സിംഗ്, പ്രധാനപ്പെട്ട 4 എഴുത്തുകാരാണ് അതിൽ നിങ്ങൾ
പഠിക്കേണ്ടിയിരിക്കുന്ന അവരുടെ പ്രധാനപ്പെട്ട വർക്ക്സും അതിൻ്റെ പ്ലോട്ടും നിർബന്ധമായും അറിഞ്ഞിരിക്കണം. പിന്നീട് അതിൽ തന്നെ നോവലിൽ തന്നെ വരുന്ന കുറച്ചും കൂടി കണ്ടംപററി ആയിട്ടുള്ള അനിത ദേശായി, നയൻതാര സഹ്ഗാൽ, ശശി ദേശ്പാണ്ഡെ, സൽമാൻ റഷ്ദി വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരാളാണ്. പിന്നെ അരുന്ധതി റോയ്. പിന്നീട് വരുന്ന ഇന്ത്യൻ ഇംഗ്ലീഷിൽ തന്നെ ഡ്രാമയാണ്. അതിൽ വരുന്ന ഗിരീഷ് കർണാട് വരുന്നുണ്ട്. പിന്നെ ആസിഫ് കരിംബോയ്, മഞ്ജുള പത്മനാഭൻ, ഹാർവസ്റ്റ് പോലുള്ള പ്ലേ, അതൊക്കെ ശ്രദ്ധിച്ച് പഠിക്കണം. പിന്നെ ആഫ്രിക്കൻ ലിറ്ററേച്ചറിൽ വരുമ്പോൾ കുറച്ചധികം ചിന്നു അച്ചീബി ഒരിക്കലും മറന്നു പോകരുത്, വിട്ടുപോകരുത്. വൊലൈ സോയിങ്ക, പിന്നെ ന്യൂഗിവോ തിയോങ്കോ, ജോൺ പെപ്പർ ക്ലാർക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. ഫ്രാൻസ് ഫാനൺ എടുത്തു പറയുന്നു, അദ്ദേഹത്തിൻ്റെ റച്ചഡ് ഓഫ് ദി എർത്ത് പോലുള്ള വർക്കുകളൊക്കെ നിർബന്ധമായും അറിഞ്ഞിരിക്കണം പഠിക്കുമ്പോൾ. ഫ്രാൻസ് ഫാനൺ. പിന്നീട് കനേഡിയൻ ലിറ്ററേച്ചറിൽ കുറച്ചധികം നമുക്ക് തീരെ പ്രാധാന്യം, അതായത് കൂടുതലായിട്ട് നമുക്ക് സുപരിചിതമല്ലാത്ത പേരുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ഇവിടെ നിങ്ങൾ പ്രാധാന്യം കുറച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതുമായ കാര്യങ്ങൾ, അതായത് മറ്റ് കുറച്ചും കൂടി ഫെമിലിയർ ആയിട്ടുള്ള ലിറ്ററേച്ചർ, പ്രത്യേകിച്ച് അമേരിക്കൻ ആയിക്കോട്ടെ ഇന്ത്യൻ ലിറ്ററേച്ചർ, കുറച്ചധികം ഫോക്കസ് അവിടെ അന്നേരം കൊടുക്കേണ്ടിയിരിക്കും. നമ്മൾ ഒരു ഭാഗത്ത് ഫോക്കസ് ചെയ്യുന്നില്ല എന്ന് വെച്ച് നമ്മൾ അന്നേരം അതേ രീതിയിലെല്ലാം സമീപിക്കരുത്. പകരം നമ്മൾ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ മറ്റൊരു ഭാഗത്തത് കൃത്യമായ ഒരു രീതിയിൽ അവബോധം ഉണ്ടാക്കിയേ പറ്റും. പിന്നെ ഓസ്ട്രേലിയൻ ലിറ്ററേച്ചറിലേക്ക് വരുമ്പോൾ എ ഡി ഹോപ്പ് പോലുള്ള, ഡേവിഡ് മല്ലൂഫ്, പാട്രിക് വൈറ്റ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണെന്ന കാര്യം മനസ്സിലാക്കുക. നമ്മൾ ഇനി യൂണിറ്റ് 5ലേക്ക് കടന്നു വരികയാണ്. യൂണിറ്റ് 5ലേക്ക് കടന്നു വരുമ്പോൾ പ്രധാനമായും ഒരു ലിറ്ററേച്ചറിൽ ആ ഒരു കണ്ടന്റിൽ നിന്ന് മാറി കുറച്ചും കൂടി ലിംഗ്വിസ്റ്റിക് കോമ്പണൻസും കുറച്ചും കൂടി ലാംഗ്വേജ് ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായി ഈ ഒരു സെക്ഷനിൽ നമ്മൾ വായിക്കാനും പഠിക്കാനായിട്ട് പോകുന്നത്. അതിൽ പ്രധാനമായിട്ട് ഞാൻ ഓരോ സെക്ഷൻസായിട്ട് വായിക്കുന്നില്ല. ഇത് പലരുടെയും ഒരു ഫോക്കൽ ഏരിയ ആകാൻ പോലും ചാൻസ് ഇല്ല ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയും. എന്ന് വെച്ച് നിങ്ങളിത് കംപ്ലീറ്റ് ഒഴിവാക്കണം എന്നല്ല ഞാൻ പറയുന്നത്. കൃത്യമായ രീതിയിൽ ഈ ഒരു ഭാഗത്തും നിങ്ങളുടെ ഒരു സ്ട്രോങ് ഹോൾഡ് തന്നെ വേണം. അതിൽ തന്നെ പറയുമ്പോൾ ഇംഗ്ലീഷ് ഫോണോളജി ചോദിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് മോർഫോളജി, സെമാൻറ്റിക്സ്, ഓൾഡ് ഇംഗ്ലീഷ്, മിഡിൽ ഇംഗ്ലീഷ്, പിന്നെ ഇംഗ്ലീഷ് അറ്റ് ദി റിനൈസൻസ് പോലുള്ള ഭാഗങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൽ തന്നെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നു ELT പോലുള്ള ചോദ്യങ്ങളൊക്കെ, ELT പോലുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ ചോദ്യം വരുന്നുണ്ട്. പിന്നെ ഇംഗ്ലീഷ് ആസ് എ സെക്കൻഡ് ലാംഗ്വേജ്, ESL, ESP. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇതിനു മുമ്പ് വന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കൂടുതലായി ഈ ഒരു ഭാഗങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ BEd ഒക്കെ കഴിഞ്ഞവർക്കൊക്കെ കൃത്യമായ ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകളൊക്കെ ലഭിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലും ഫോക്കസും ചെയ്ത് തന്നെ യൂണിറ്റ് 5 നോക്കുക. യൂണിറ്റ് 6 എന്ന് പറയുമ്പോൾ വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന സെക്ഷനാണ്. ബ്രിട്ടീഷ് ലിറ്ററേച്ചർ കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രാധാന്യമുള്ള യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ലിറ്റററി തിയറി തന്നെയാണ്. അത് കഴിഞ്ഞ് മാത്രമേ മറ്റേത് യൂണിറ്റും വരുന്നുള്ളൂ എന്ന കാര്യം ഫോക്കസ് ചെയ്ത് നിങ്ങൾ വായിക്കണം. കാരണം പ്രത്യേകിച്ച് ഇതിപ്പോൾ സെറ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നെറ്റിൻ്റെ എക്സാം പോലും ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള കഴിഞ്ഞ എക്സാമുകളിൽ പോലും തിയറി ബേസ്ഡും കൾച്ചറൽ സ്റ്റഡീസ് ബേസ്ഡും അങ്ങനെയുള്ള എത്രയോ അധികം ഒരു 10-20ഓളം ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആകെയുള്ള നെറ്റിലുള്ള 100 ക്വസ്റ്റ്യൻസിൽ 20ഓളം ക്വസ്റ്റ്യൻസ് വരിക എന്ന് പറയുമ്പോൾ ആ ഒരു ഏരിയയുടെ ഫോക്കസ് എത്രത്തോളം, അതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ പൊതുവേ നമ്മൾ PG സമയത്തൊക്കെ പഠിക്കുമ്പോൾ തന്നെ പലർക്കും ഈ ഒരു സെക്ഷൻ അത്രത്തോളം എന്താ പറയുക കൂടുതലായിട്ടൊരു അഭികാമ്യമായിട്ട് തോന്നാൻ ചാൻസ് ഇല്ല. പല രീതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം കുറച്ചും കൂടി ഡ്രൈ ആണ്, ഇതെങ്ങനെ എഴുതും, പരീക്ഷയിൽ എങ്ങനെ അത് കൃത്യമായ രീതിയിൽ എഴുതി ഫലിപ്പിക്കും എന്ന രീതിയിലൊക്കെ സംശയമുള്ളതുകൊണ്ട് കൂടി തന്നെ പലരും ആ ഒരു പഠനകാലത്ത്, ഇതുമായി ബന്ധപ്പെട്ടുള്ള പഠനകാലത്ത് തന്നെ അതുമായിട്ട് കൂടുതൽ ബന്ധമില്ലാതെ ഈ ഒരു ഏരിയയുമായി ടച്ച് വിട്ടു പോകുന്നവർ പലരും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് കുറച്ചധികം ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷേ എങ്കിലും നമ്മൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ നേടിയെടുക്കുക എന്ന് പറഞ്ഞ ഒരു ദൗത്യത്തിലാണ് പ്രധാനമായും നമ്മൾ വന്നിരിക്കുന്നത്. അത് ആ സ്ഥിതിക്ക് കൃത്യമായ രീതിയിൽ ഈ ഒരു സെക്ഷനിലും സ്ട്രോങ് ഹോൾഡ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അത് പ്രകാരം ലിറ്റററി തിയറി ക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ ഗ്രീക്ക് ഫിലോസഫേഴ്സ് മുതലുള്ള ഭാഗങ്ങൾ തന്നെ പറയുന്നുണ്ട്. അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ പോലുള്ള, ലോഞ്ചൈനസ് പോലുള്ള പ്രധാനപ്പെട്ട മറ്റ് തിങ്കേഴ്സാണ്. അവരുടെ പ്രധാനപ്പെട്ട വർക്ക്സ് ഏതൊക്കെയാണെന്ന് നോക്കുക. പിന്നെ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ പ്രധാനപ്പെട്ട ഡോക്ടർ ജോൺസന്റെ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് ക്രിറ്റിസിസം ഫീൽഡിലേക്ക് മേഖലയിലേക്ക്. പിന്നെ റൊമാനിസിസത്തിൽ തന്നെ നമ്മൾ വേർഡ്സ്വർത്തിൻ്റെയും കോളറിഡ്ജിൻ്റെ ഒക്കെ പല കോൺട്രിബ്യൂഷൻസ് നമ്മൾ കണ്ടതാണ്, നമ്മൾ ഇതിൻ്റെ യൂണിറ്റ് 2 സെക്ഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ. അതുപോലെ വരുന്ന മാത്യു അർണോൾഡ്, വില്യം എംസൺ, ആംബിഗ്വിറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കോൺട്രിബ്യൂഷനാണ്. പിന്നെ ഓരോ മാർക്സിസ്റ്റ് ക്രിറ്റിസിസം, സോഷ്യോ, പ്രത്യേകിച്ച് ലിംഗ്വിസ്റ്റിക്സ് ഏരിയയിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഫിലോസഫർ തന്നെയാണ് സോഷ്യോ, ഫെർഡിനാൻഡ് ഡി സോഷ്യോ. അദ്ദേഹത്തിൻ്റെ ലാങ് പരോൾ പോലുള്ള കോൺസെപ്റ്റുകളെ കുറിച്ച് നിർബന്ധമായി അറിഞ്ഞിരിക്കണം. എല്ലാ ക്വസ്റ്റ്യൻസിലും കാണാൻ പറ്റുന്ന ഒരു ചോദ്യം തന്നെ, സാധ്യതയേറിയ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പിന്നെ സൈക്കോ അനാലിസിസ്, ഫ്രോയിഡ്, ലക്കാൻ
പോലുള്ളവരൊക്കെ വളരെ പ്രധാനം. പിന്നെ സ്ട്രക്ചറലിസം, പോസ്റ്റ് സ്ട്രക്ചറലിസം, ഡെറിഡ, ബാർസ് തുടങ്ങിയവരൊക്കെ ഫെമിനിസം വളരെ പ്രാധാന്യം അർഹിക്കുന്നതിനാണ്. സിമൺ ഡി ബോവ. ഫസ്റ്റ് വേവ് ഉണ്ട്, സെക്കൻഡ് വേവ് ഉണ്ട്, തേർഡ് വേവ് ഉണ്ട്. വിർജീനിയ വൂൾഫിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ് ഫെമിനിസ്റ്റ് ലിറ്ററി പോയിന്റ് ഓഫ് വ്യൂവിൽ, അതൊക്കെ വളരെ പ്രാധാന്യമുള്ളതാണ്. ദെൻ കൾച്ചറൽ മെറ്റീരിയലിസം, ദളിത് എസ്തെറ്റിക്സ്, തിയറീസ് ഓഫ് ട്രാൻസ്ലേഷൻ, കൾച്ചർ സ്റ്റഡീസ് ഏരിയ കുറച്ചധികം ശ്രദ്ധിച്ച് തന്നെ പഠിക്കണം. പല ചോദ്യം റെയ്മണ്ട് വില്യംസിന് തന്നെ വർക്കുകൾ തന്നിട്ട് ഈ ഒരു കാര്യം, അതായത് പ്രത്യേകിച്ച് അദ്ദേഹം കൊണ്ടുവന്ന ആശയങ്ങൾ വരുന്ന വർക്ക് ഇതിലേതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദ്യം വന്നിട്ടുണ്ട്. കൂടാതെ ആ ഒരു പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ വർക്ക്സുകളുടെ ഇയർ ഓഫ് പബ്ലിക്കേഷൻ അനുസരിച്ച് വർക്കുകളെ ക്രോണോളജിക്കൽ ഓർഡറിലാക്കാനുള്ള ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് വരുന്നത് ഇന്ത്യൻ എസ്തെറ്റിക്സും, ഭാവ, വക്രോക്തി, രസാധ്വനി, ഔചിത്യ, സ്ഫോട, അനുമാന, രീതി തുടങ്ങിയ ഇന്ത്യൻ എസ്തെറ്റിക്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും മൊഡ്യൂൾ 18 പ്രകാരം ഗ്രീൻ സ്റ്റഡീസിലെ വന്ദന ശിവ പോലുള്ളവരുടെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ലിറ്റററി കോൺട്രിബ്യൂഷൻസ് നൽകിയ തിങ്കേഴ്സും ഫിലോസഫേഴ്സിനെ കുറിച്ചും ഒക്കെ ഡീൽ ചെയ്യുന്ന ഒരു യൂണിറ്റാണ് യൂണിറ്റ് 6 എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും നമ്മൾ സിലബസ് അനാലിസിസ് നടത്തുമ്പോൾ മനസ്സിലാകുന്നത്. അതുപ്രകാരം നമുക്ക് എന്തൊക്കെ മനസ്സിലാകും? 3 യൂണിറ്റുകൾ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൻ്റെ തന്നെ വകഭേദങ്ങളാണ്. അതിൻ്റെ ഒരു സബ് ബ്രാഞ്ചുകളായിട്ടാണ് യൂണിറ്റ് 3 വരെ വരുന്നത്. അതിനുശേഷം വരുന്ന യൂണിറ്റ് 4 എന്ന് പറയുമ്പോൾ വേൾഡ് ലിറ്ററേച്ചറാണ്. അതായത് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ഒഴികെ ബാക്കി നിലനിൽക്കുന്ന അമേരിക്കൻ ലിറ്ററേച്ചർ, ഇന്ത്യൻ ലിറ്ററേച്ചർ, ഓസ്ട്രേലിയൻ ലിറ്ററേച്ചർ, കനേഡിയൻ ലിറ്ററേച്ചർ, ആഫ്രിക്കൻ ലിറ്ററേച്ചർ പോലുള്ള പ്രധാനപ്പെട്ട ലിറ്ററേച്ചറുകളുമായി ബന്ധപ്പെട്ട് സെറ്റ് ആസ്പിരൻസിന് ഒരു അവബോധം സൃഷ്ടിക്കാൻ യൂണിറ്റ് 4 ഹെൽപ്ഫുൾ ആണ്. യൂണിറ്റ് 5 എന്ന് പറയുമ്പോൾ ലിംഗ്വിസ്റ്റിക് കോമ്പണൻസും ലാംഗ്വേജുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ELT, EFL, ESL തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെക്കുറിച്ചൊക്കെ വായിക്കുന്നത് പഠിക്കുന്നത്. ESLL അല്ല, ESP ആണ്, ഇംഗ്ലീഷ് ഫോർ സ്പെസിഫിക് പേർപ്പസസ് ആണ്. അപ്പോൾ ആ ഒരു കാര്യമാണ് യൂണിറ്റ് 5 വരെ. യൂണിറ്റ് 6 എന്ന് പറയുമ്പോൾ എന്താണ്? പ്രധാനപ്പെട്ട ലിറ്റററി തിയറീസും ക്രിറ്റിസിസവും ആണെന്ന് കാര്യം മനസ്സിലാക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിലൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, പ്രധാനമായും കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ അതിൽ 60ഓളം ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 60+ ക്വസ്റ്റ്യൻസോളം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ പലരും വിചാരിച്ചിട്ടുണ്ടാവും വെറുതെ ഞാൻ പറഞ്ഞു പോയതാണ്. അപ്പോൾ അതിനൊരു കൃത്യമായൊരു എന്താ പറയുക, അതൊരു കൃത്യമായ രീതിയിൽ നിങ്ങൾ എക്സാംപ്ലിഫൈ ചെയ്തു തരണം, അതിൻ്റെ എക്സാമ്പിളോടുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും ഓരോന്നായിട്ട് ഡീറ്റെയിൽ അനലൈസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അതിൽ തന്നെ കുറച്ചധികം ചോദിച്ചിരിക്കുന്നതാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും. അതിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിരുന്നു, ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് വന്ന ഒരു സെക്ഷൻ ഇല്ല യൂണിറ്റ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് 2 തന്നെയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് യൂണിറ്റ് 2-ൽ നിന്നും വന്നിട്ടുള്ളതായതും ഡയറക്റ്റായിട്ട് വന്നതായ ക്വസ്റ്റ്യൻസ് ഞാൻ കുറച്ചൊരു 5-6 ക്വസ്റ്റ്യൻസ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ച് നിങ്ങൾ 5-6 മാത്രമല്ല, ഞാൻ ഈ ഒരു വീഡിയോയുടെ ലെങ്ത്തുമായി പരിഗണിച്ച് മാത്രമാണ്. അതുമല്ല ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്ന രീതിയിലും കൂടി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഈ ഒരു കുറഞ്ഞ സമയം ആ ഒരു കാര്യം സൂചിപ്പിക്കുന്നത് മാത്രം മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ്, നമ്മുടെ ക്രാഷ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും അതിനുള്ളൊരു അവസരം നമ്മൾ കൊടുക്കുന്നുണ്ട്. എല്ലാവിധ മെറ്റീരിയൽസും ക്ലാസ്സുകളും മോക്ക് എക്സാമുകളും ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള പ്ലാറ്റ്ഫോംസ് എല്ലാം ഒരുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ബന്ധപ്പെടാനായിട്ട് ശ്രമിക്കുക ഈ നമ്പർ മുഖേന. കൂടാതെ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പ് നമുക്ക് ലഭ്യമാണ്. അതുമായി ബന്ധപ്പെട്ട സെറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കഷൻ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് അത് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ഇതുവരെ അതിനുള്ള ജോയിൻ ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് നൽകുന്നതാണെന്ന കാര്യം കൂടി സൂചിപ്പിക്കുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അതുപ്രകാരം എന്താണ് ദി ഓതർ ഓഫ് ദി വെയ്വേർലി നോവൽസ്? വളരെ സിമ്പിൾ അല്ലേ, വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? അത് പ്രകാരം അതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? നമുക്ക് മറ്റ് ഓപ്ഷൻസ് പോലും ശ്രദ്ധിക്കാതെ പറയാൻ പറ്റും. ഓപ്ഷൻ എ സർ വാൾട്ടർ സ്കോട്ടാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് മനസ്സിലായി ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനെ നമ്മൾ സിലബസിന് അനുസരിച്ച് നമ്മൾ പ്ലേസ് ചെയ്യാനായിട്ട് പഠിക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സർ വാൾട്ടർ സ്കോട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന സെക്ഷൻ ഇല്ലെങ്കിൽ സിലബസ് ഏതാണെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. അത് പ്രകാരം നമുക്ക് പറയാനായിട്ട് സാധിക്കും അദ്ദേഹം വരുന്നതില്ല, അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത് യൂണിറ്റ് 2-ലാണ്. യൂണിറ്റ് 2-ൽ തന്നെ മൊഡ്യൂൾ 6 ആണ് സർ വാൾട്ടർ സ്കോട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ സൂചന നൽകുന്നു. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ നിങ്ങൾക്കൊരു ടാസ്കും കൂടി ഞാൻ ഈ ഒരു വീഡിയോയെ ബന്ധപ്പെട്ട് തരികയാണ്. നമുക്ക് പ്രധാനമായും പേപ്പർ 2-ൽ 120 ക്വസ്റ്റ്യൻ ആണുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ഈ 120 ക്വസ്റ്റ്യനെയും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, നിങ്ങളുടെ ഈ ക്ലാസ്സുകൾ കേട്ട് പോയതുകൊണ്ട് ഒരു കാര്യമില്ല, നിങ്ങൾ ആ ക്ലാസ്സുകൾ കേട്ടതിനനുസരിച്ച് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടായെങ്കിൽ മാത്രമേ നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു വെളിച്ചത്തിൽ പറയുകയാണ്, നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ
കൃത്യമായി ഈ 120 ക്വസ്റ്റിന് സിലബസ് അനുസരിച്ച് ഇത് ഏത് ഭാഗത്തു നിന്നാണ്, യൂണിറ്റ് ഏതാണ്, അതിൽ നിന്ന് വന്നിരിക്കുന്ന മൊഡ്യൂൾ ഏതാണ് എന്ന രീതിയിൽ വേർതിരിച്ച് തന്നെ 120 ക്വസ്റ്റ്യൻസിനെ മാറ്റി പഠിക്കാനായിട്ട് സാധിക്കുക. എങ്കിൽ കൃത്യമായി നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഈ 120 ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഡൈസെക്റ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇത് എത്രത്തോളം ഡയറക്റ്റ് ചോദ്യങ്ങൾ വന്നിരുന്നു, എത്രത്തോളം ഇൻഡയറക്റ്റും കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞത് കാര്യങ്ങൾ ശരിയാണ്. 60+ എന്ന് പറയുന്ന ഡയറക്റ്റും ബാക്കി വരുന്ന നിലനിൽക്കുന്നതാണ് ഇൻഡയറക്റ്റും, ഇല്ലെങ്കിൽ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ടഫായിരുന്നെന്ന് മനസ്സിലാക്കാനേ സാധിക്കും. അപ്പോൾ ആ രീതിയിൽ വായിച്ചതിന് ശേഷം നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻസിനെ മൊത്തത്തിൽ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഞാൻ ഇനി വരുന്ന എക്സാമിൽ ഏതൊക്കെ ഭാഗങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം, ഏതൊക്കെ ഭാഗങ്ങൾ കുറച്ചധികം ഞാൻ ഇതിനു മുമ്പ് വിട്ടുപോയിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് കിട്ടാതായിപ്പോയി എന്ന രീതിയിലൊരു സെൽഫ് റിയലൈസേഷൻ കൂടി നടത്താനായിട്ട് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ കൂടുതൽ സമയം കളയാതെ തന്നെ നമ്മളിപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഡൈസെക്റ്റ് ചെയ്തു. അത് പ്രകാരം നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടി. സർ വോൾട്ടർ സ്കോട്ടാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ യൂണിറ്റ് 2 മൊഡ്യൂൾ 6 ആണ്. ഇനി നമുക്ക് ഒരു പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. അത് പ്രകാരം നമ്മൾ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് എടുക്കുന്നത്. 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ ചൂസ് ദ റൈറ്റ് ക്രൊണോളജിക്കൽ സീക്വൻസ് ഓഫ് ജെയിൻ ഓസ്റ്റൻസ് നോവൽസ് വിത്ത് റിഗാർഡ്സ് ടു ദെയർ ഇയർ ഓഫ് പബ്ലിക്കേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നമ്മൾ സിലബസ് അനലൈസ് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞതാണ്, പല എഴുത്തുകാരും അവരുടെ പ്രധാനപ്പെട്ട വർക്ക്സും അതിനെ ഇയർ ഓഫ് പബ്ലിക്കേഷൻ്റെ അനുസരിച്ച് ക്രൊണോളജിക്കൽ ഓർഡറിൽ ആക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ ആ ഒരു മോഡൽ തന്നെ ഒരു ചോദ്യമാണ്. ജെയിൻ ഓസ്റ്റൻ്റെ പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരി തന്നെയാണ്. ആ ഒരു ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട അവരുടെ പ്രധാനപ്പെട്ട വർക്ക്സുകളെ ഇയർ ഓഫ് പബ്ലിക്കേഷൻ്റെ മാനദണ്ഡത്തിൽ ക്രോഡീകരിക്കുക എന്നതാണ്. അത് പ്രകാരം അതിൻ്റെ ഓരോ ഓപ്ഷൻസ് ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിന് കറക്റ്റ് ആൻസർ ഞാൻ പറയാം. അതിൽ ആദ്യത്തെ ആൻസർ ഓപ്ഷനായിട്ടുള്ള എ തന്നെയാണ് വരിക. അത് പ്രകാരം സെൻസ് ആൻഡ് സെൻസിബിലിറ്റി, പ്രൈഡ് ആൻഡ് പ്രെജുഡിസ്, മാൻസ്ഫീൽഡ് പാർക്ക് ആൻഡ് ഫൈനലി എമ്മ. ഇനി നമുക്ക് അതിൻ്റെ ഇയറും കൂടി ഞാൻ പറഞ്ഞിരിക്കാം. അതായത് സെൻസ് ആൻഡ് സെൻസിബിലിറ്റി പബ്ലിഷ് ചെയ്ത വർഷം 1811, പ്രൈഡ് ആൻഡ് പ്രജുഡിസ് വന്നിരിക്കുന്ന 1813, മാൻസ്ഫീൽഡ് പാർക്ക് വന്നിരിക്കുന്ന 1814, എമ്മ വന്നിരിക്കുന്നത് 1815. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ കൃത്യമായ അതിനൊരു ഉത്തരം നൽകാനായി സാധിക്കും. ഇനി നമ്മൾ ഇതിനെ സിലബസ് അനുസരിച്ച് അനലൈസ് ചെയ്യുമ്പോൾ, ഇല്ല ഡൈസെക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇത് വരുന്ന സെക്ഷൻ ഏതാണ്, യൂണിറ്റ് 2 മൊഡ്യൂൾ 6 തന്നെയാണ്. പ്രത്യേകിച്ച് വോൾട്ടർ സ്കോട്ട് ഡൊമസ്റ്റിക് നോവൽ ജെയിൻ ഓസ്റ്റൻ എന്നാണ് അതിൽ സിലബസ് പ്രകാരം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം ആ ഒരു യൂണിറ്റിൽ തന്നെ, ആ ഒരു മൊഡ്യൂളിൽ തന്നെ എത്ര ക്വസ്റ്റ്യൻസ് റെപ്പിറ്റേഷൻ വന്നിട്ടുണ്ടെന്ന്. അതായത് നിങ്ങൾ മനസ്സിലാക്കാൻ, ആ ചോദ്യകർത്താവിന് തന്നെ മനസ്സിലായി ഇത് എത്രത്തോളം പ്രാധാന്യം അറിയിക്കുന്ന ഒരു സെക്ഷനാണ്. അപ്പോൾ അത് വിട്ടുപോകാനേ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയത്. ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഒരു എക്സാമ്പിൾ കൂടിയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അത് പ്രകാരം അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ് എടുക്കുന്നത്. ഹു അക്കോർഡിംഗ് ടു മാത്യു അർണോൾഡ് ഈസ് എ ബ്യൂട്ടിഫുൾ ആൻഡ് ഇൻഎഫക്ച്വൽ ഏഞ്ചൽ ബീറ്റിംഗ് ഇൻ ദ വോയിഡ് ഹിസ് ലുമിനസ് വിങ്സ് ഇൻ വെയിൻ എന്ന് പറഞ്ഞു. അതായത് മാത്യു അർണോൾഡ് ഒരാളെ, ഒരു പ്രധാനപ്പെട്ട എഴുത്തുകാരനെ വിശേഷിപ്പിച്ച രീതിയാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അപ്പോൾ ആരെയാണ് അപ്രകാരം വിശേഷിപ്പിച്ചതെന്നാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ആരെയാണ് പ്രധാനമായിട്ടും? ഓപ്ഷൻ ഡി, PB ഷെല്ലിയാണ് മാത്യു അർണോൾഡ് ഇപ്രകാരം എ ബ്യൂട്ടിഫുൾ ആൻഡ് ഇൻഎഫക്ച്വൽ ഏഞ്ചൽ ബീറ്റിംഗ് ഇൻ ദ വോയിഡ് ഹിസ് ലൂമിനസ് വിങ്സ് ഇൻ വെയിൻ എന്ന് വിശേഷിപ്പിച്ചത്. ഇത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ യൂണിറ്റ് 2 മൊഡ്യൂൾ 4 ആണ്. കാരണം ഇത് വളരെ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. ഇത് പ്രധാനപ്പെട്ട നമ്മൾ ആ ഓരോ സെക്ഷൻ, ഇപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിൽ നിന്ന് മാത്രമല്ല, അപ്പോൾ ആ ഒരു രീതിയിലുള്ള മെറ്റീരിയൽസിലെല്ലാം ഉൾപ്പെടുത്തി കൊടുക്കുന്നതായ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇത് നിർബന്ധം അറിയേണ്ട കാര്യമാണ്. അപ്പോൾ ഇത് വളരെ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ആണ്. കൂടാതെ യൂണിറ്റ് 2-ൽ തന്നെ വരുന്ന മൊഡ്യൂൾ 4 ആണ് ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 8ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്ത് നോക്കിയാൽ, ഹു റോട്ട് ദ ആർട്ടിക്കിൾ ദി ഫ്ലെഷ്ലി സ്കൂൾ ഓഫ് പോയട്രി ടു ക്രിട്ടിസൈസ് ദ പ്രീ റാഫലൈറ്റ് ബ്രദർഹുഡ്. പ്രീ റാഫലൈറ്റ് ബ്രദർഹുഡ് എന്ന് പറയുന്ന ഒരു അസോസിയേഷനെ കളിയാക്കി ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു. ആ ആർട്ടിക്കിളിൻ്റെ പേരാണ് ദി ഫ്ലെഷ്ലി സ്കൂൾ ഓഫ് പോയട്രി. ആ ഒരു ആർട്ടിക്കിളിൻ്റെ എഴുത്തുകാരൻ ആരാണെന്നാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഓപ്ഷൻ ഏതായിരിക്കും അതിൻ്റെ 8ാമത്തെ ചോദ്യത്തിന് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ ബി ആണ്, റോബർട്ട് ബുച്ചാനൻ ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. അദ്ദേഹമാണ് ഈ ഒരു പേരിൽ ദി ഫ്ലെഷ്ലി സ്കൂൾ ഓഫ് പോയട്രി എന്ന പേരിൽ ഒരു ആർട്ടിക്കിൾ തന്നെ പബ്ലിഷ് ചെയ്ത കാര്യം മനസ്സിലാക്കാം. പ്രത്യേകിച്ച് നിങ്ങൾ ഇതോടൊപ്പം മനസ്സിലാക്കാം പ്രീ റാഫലൈറ്റ് ബ്രദർഹുഡിൽ വരുന്ന പ്രധാനപ്പെട്ട എഴുത്തുകാരും അവരുടെ പ്രധാനപ്പെട്ട വർക്ക്സ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഞാൻ അന്ന് സിലബസ് അനലൈസ് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞതാണ്. അപ്പോൾ തന്നെ അതിനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. ഇതും വളരെയധികം എക്സാമ്പിൾ ആണ്. എന്തിന്? ഡയറക്റ്റ് ക്വസ്റ്റ്യനുമാണ്, യൂണിറ്റ് 2-മായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കൂടിയാണെന്ന കാര്യം മനസ്സിലാക്കാം. പിന്നീട് ഇനി വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത്
തോമസ് ഡിക്വിൻസിയുമായി ബന്ധപ്പെട്ട കാര്യം, അദ്ദേഹവുമായി ബന്ധപ്പെട്ടത് യൂണിറ്റ് 2 മൊഡ്യൂൾ 7 ആണ് ഇതും ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. ഐഡന്റിഫൈ ദ വർക്ക്സ് റിട്ടൺ ബൈ തോമസ് ഡിക്വിൻസി. ഓഫ് കോഴ്സ് ദ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 and 4. കൺഫെഷൻസ് ഓഫ് എൻ ഇംഗ്ലീഷ് ഓപ്പിയോമീറ്റർ അദ്ദേഹത്തിന്റെ വർക്കാണ്. റീകളക്ഷൻസ് ഓഫ് ദി ലേക്ക് പോയിറ്റ്സ് അദ്ദേഹത്തിന്റെ വർക്കാണ്. ദി ഇംഗ്ലീഷ് മെയിൽ കോച്ച് അതാണ്. ദെൻ സുസ്പീരിയ ഡി പ്രൊഫോണ്ടിസ് എന്ന് പറയുന്ന വർക്കും അദ്ദേഹത്തിന് തന്നെയാണ്. അതുപ്രകാരം 1, 2, 3 and 4 എന്ന് പറയുന്ന ഓപ്ഷൻസ് ആണ് വരുന്നത്. അതുപ്രകാരം ഡി ആണ്. അപ്പോൾ ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കണ്ടു. ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് എത്രത്തോളം ആയി നിങ്ങൾ നോക്കുക. അപ്പോൾ ഈ ഒരു അടിസ്ഥാനത്തിൽ നിങ്ങൾ ഈ 120 ക്വസ്റ്റ്യൻസിൽ ഇനി വരുന്ന ഏകദേശം നമ്മളിപ്പോൾ 5ഓളം ക്വസ്റ്റ്യൻസോ ഒരു 5ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി വരുന്ന 115ഓളം ക്വസ്റ്റ്യൻസ് ഏതൊക്കെ യൂണിറ്റുകളിൽ നിന്നാണ് വന്നതെന്നും അതിനെ ഓരോ മൊഡ്യൂൾ അനുസരിച്ച് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള ഇതിൽ ഏത് ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഡൈസെക്റ്റ് ചെയ്ത് ഇനിയുള്ള പ്രിപ്പറേഷനിൽ ഏതൊക്കെ സെക്ഷൻസ് വിട്ടുപോകാതെ പഠിക്കണമെന്ന് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും കണ്ടത് സിലബസ് അനാലിസിസിൻ്റെ ഒരു പാർട്ട് 2 എന്നത് ആണ്. അതായത് അതുപ്രകാരം നമ്മൾ യൂണിറ്റ് 3 മുതലുള്ള ഭാഗങ്ങൾ യൂണിറ്റ് 6 വരെയുള്ള ഭാഗങ്ങൾ കണ്ടിരുന്നു. കൂടാതെ നിങ്ങൾക്കൊരു ഇല്യൂസിഡേഷൻ ഇല്ലെങ്കിൽ എന്താ പറയുക ഒരു എക്സംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇതിനു വേണ്ടി ക്വസ്റ്റ്യൻ പേപ്പർ അടക്കം നിങ്ങൾ അറ്റാച്ച് ചെയ്ത് നിങ്ങളെ കാണിച്ചു തന്നിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം അതായത് റീസെൻ്റായിട്ട് 2022 ജൂലൈ മാസം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നിലവിൽ തന്നിരിക്കുന്നത്. അതുപ്രകാരം ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നും ചോദ്യം വന്നു, അതിൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് വന്നതും യൂണിറ്റ് 2 നിന്ന് തന്നെ എത്രത്തോളം ക്വസ്റ്റ്യൻസ് വന്നു എന്നും കൂടിയാണ് നിങ്ങളെ കാണിച്ചത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ കൃത്യമായ രീതിയിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ്റെ ഭാഗമായി ഈ ബാക്കി നിലനിൽക്കുന്ന 115ഓളം ക്വസ്റ്റ്യൻസ് ഇതേ രീതിയിൽ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക. നിങ്ങൾ ക്രാഷ് ബാച്ചിനെ കുറിച്ച് മറക്കണ്ട. നിങ്ങൾക്ക് ഇനിയും കൃത്യമായി ജോയിൻ ചെയ്ത് പഠിക്കാനുള്ള സമയം നമ്മൾ നൽകുന്നുണ്ട്. കൃത്യമായ രീതിയിലുള്ള മെറ്റീരിയൽസും വീഡിയോ ക്ലാസ്സുകളും എല്ലാം ഉൾപ്പെടുന്ന ഫീച്ചേഴ്സ് എല്ലാം ഉൾപ്പെടുന്ന താരതമ്യേന ഫീസും വളരെ ക്രാഷ് ബാച്ചുകൾക്കും മറ്റേത് അക്കാഡമി നൽകുന്നതിലും ഫീസ് കുറച്ച് തന്നെയാണ്. കാരണം കുട്ടികളുടെ ഒരു ഭാവിയും കൂടി മുൻനിർത്തിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നതെന്നും കൂടി മനസ്സിലാക്കുക. അപ്പോൾ ആ രീതിയിൽ ഈ തന്നിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിരിക്കുന്ന നമ്പർ മുഖേന ബന്ധപ്പെടാനായിട്ട് ശ്രമിക്കുക. സോ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. കൂടാതെ നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഇറ്റ്സ് ബൈ ഫ്രം ലിറ്റ്യൂർ അക്കാഡമി. താങ്ക് യു.